ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന് 5-ാം ദിവസവും അഴകുഴമ്പൻ നിലപാടുമായി മാധ്യമങ്ങളുടെ മുന്നിലെത്തിയ അമ്മ നേതൃത്വത്തിനു മുന്നിൽ വ്യക്തമായ നിലപാടാണ് നടൻ ജഗദീഷ് സ്വീകരിച്ചത്. പ്രതികരണം വൈകിയതിൽ അമ്മ സംഘടനയ്ക്ക് വേണ്ടി ക്ഷമ ചോദിച്ച ജഗദീഷ് തന്റെ നിലപാടുകൾ തുറന്നടിച്ചു. തീർച്ചയായിട്ടും കേസെടുത്ത് അന്വേഷിക്കണം എന്ന നിർദ്ദേശത്തോട് നമുക്ക് യോജിപ്പ് തന്നെയാണ്. അത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ സീൽ വെച്ച കവറിൽ ഹൈക്കോടതിയിൽ കൊടുക്കുമ്പോൾ ഹൈക്കോടതി ഏത് രീതിയിലാണ് ഇതിലെ പേരുകൾ പുറത്ത് വിടുക, ഏത് രീതിയിലാണ് അന്വേഷണം, അത് ഹൈക്കോടതി തീരുമാനിക്കും. അതിനെതിരല്ല, ഞങ്ങളെതിരല്ല. അമ്മ എന്ന സംഘടനയ്ക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് ഒഴിയാനാവില്ലെന്നും ജഗദീഷ്. ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിന് വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. റിപ്പോർട്ട് പുറത്തുവരാൻ വൈകിയതിലും വിമർശനം. ഈ 5 വർഷം ഈ കോൾഡ് സ്റ്റോറേജിലിരുന്ന പീരീഡ്, ആ പീരീഡിൽ ഇപ്പോൾ നടിമാര് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്നുണ്ടാകുമായിരുന്നില്ല. കാസ്റ്റിംഗ് കൗച്ചിങ് ആരോപണവും ജഗദീഷ് നിഷേധിച്ചില്ല. പിന്നെ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് ചില വനിതകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരത് പറയുമ്പോൾ അവർക്കത് പറയാൻ അവകാശം എന്താ? അന്ന് പറയേണ്ടതല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആളല്ല. മാത്രമല്ല വ്യക്തമായ ദിശാബോധം അമ്മയുടെ മറ്റു ഭാരവാഹികൾക്ക് നൽകാനും അദ്ദേഹം മറന്നില്ല. ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. ആർക്കു വേണ്ടിയായാലും കമ്മിറ്റി റിപ്പോർട്ടിലെ വേട്ടക്കാരെ ഒഴിവാക്കിയതും ശരിയായില്ല. പേജുകൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടത്, എന്തുകൊണ്ട് ഒഴിവാക്കി എന്ന വിശദീകരണം സർക്കാർ നൽകേണ്ടി വരും. അല്ല, സർക്കാർ സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തതെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വേട്ടക്കാരന്റെ പേര് ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. റിപ്പോർട്ടിൽ താരങ്ങൾ പറഞ്ഞ മൊഴി അനുസരിച്ച് കേസെടുക്കണമെന്നും ജഗദീഷ് ആവശ്യപ്പെട്ടു. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. പ്രതികൾ സംഘടനയിലുണ്ടെങ്കിൽ അച്ചടക്ക നടപടി വേണമെന്നും ആർജവത്തോടെ ജഗദീഷ് ആവശ്യപ്പെട്ടു. അവർക്കെതിരെ നടപടി വന്നാൽ, അവർക്കെതിരെ കേസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ കോടതി പറഞ്ഞാൽ അമ്മ ഈ അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒഴിഞ്ഞു മാറിയിരുന്ന നേതൃത്വത്തിനുള്ള മറുപടി മാത്രമായിരുന്നില്ല ജഗദീഷിന്റെ പ്രതികരണം. മലയാള സിനിമയും അമ്മ എന്ന സംഘടനയും നന്മയുടെ ഭാഗത്ത് നിൽക്കുമെന്ന പ്രതീക്ഷ കൂടിയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.